അമ്പത്തൊന്നക്ഷരം നാവിൽ വിളയുമ്പോൾ നന്മകൾ വിളി നിറഞ്ഞിടണം. നല്ലതു മാത്രമേ ചൊല്ലിടാവൂ, നന്മകൾ മാത്രമേ ചെയ്തിടാവൂ. നല്ലതു മാത്രമേ ചൊല്ലിടാവൂ, നന്മകൾ മാത്രമേ ചെയ്തിടാവൂ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡയറക്ടർ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും അനായാസം നമ്മുടെ ജോലിഭാരം ചെയ്തു തീർക്കുന്നതിനും വേണ്ടി സാംസ്കാരിക മേഖലകളിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ വകുപ്പിലെ ജീവനക്കാരെ മുഴുവനും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് നമുക്ക് ഒരു പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജോലിയെ ബാധിക്കാത്ത വിധത്തിൽ അറേഞ്ച് ചെയ്യുകയും അങ്ങനെ നല്ലൊരു ഒരു സംരംഭമായി ഇതിനെ വളർത്തിയെടുക്കുകയും വേണമെന്നുകൂടി നിങ്ങളോട് വളരെ സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ സ്വാഗത കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ദേവികുളം താലൂക്കിലെ ഇൻവെസ്റ്റിഗേറ്റർ കുമാറിനെ സഹർഷം ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും വണക്കം. സർക്കാർ ജീവനം മാത്രമല്ലാതെ കുടുംബകാര്യങ്ങളായാലും ബാക്കിയുള്ള സാമൂഹ്യ ഇടപാടുകളായാലും എല്ലാത്തിനും പോയി വരുന്ന ഓരോ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരുടെയും സ്ട്രെസ്സും അതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും ഒരു റിലാക്സേഷൻ ആവുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും അതിലൂടെ അവരവരുടെ കഴിവുകളും ഈവൻ അവരുടെ സങ്കടങ്ങളായപ്പോഴും അതിനെ പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലയുടെ നെടുന്തൂണായ ഡെപ്യൂട്ടി ഡയറക്ടർ മേരി ജോർജ് മാഡമാണ്. മേരി ജോർജ് മാഡത്തിന് ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എൻ്റെ പേരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി എങ്ങനെ കൊണ്ടുപോകണം, ഇതിൻ്റെ ആവശ്യം എന്താണ്, ഓരോ തലത്തിലുള്ള ജീവനക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെക്കാനുള്ള ഓരോ വിഷയങ്ങളും എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഇത് കുറെ മുമ്പ് ഈ സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിരുന്നത്. എന്നാലും ഇതിന് പൊതുജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത നമ്മുടെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീകുമാർ സാറിനെ ഈ ഇടുക്കി ജില്ലയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലയിലെ മേലധികാരി എന്നുള്ള രീതിയിൽ ബഹുമാന്യയായ ഗീതാകുമാരി മാഡത്തിനെ അവരുടെ സംഭാഷണം കൂടി നമുക്ക് കേൾക്കാനുണ്ട്. മാഡത്തിനെ ജില്ലയുടെ പേരിലും ഓരോ ജീവനക്കാരുടെ പേരിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും മാഡത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ താലൂക്കിലുള്ള താലൂക്ക് ഓഫീസേഴ്സ്, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്ത് എൻ്റെ കർത്തവ്യം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആരാധ്യനായ നമ്മുടെ ഡയറക്ടർ ശ്രീ ശ്രീകുമാർ സാർ അവർകളാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ മേരി ജോർജ് അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാധനായ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് ഡയറക്ടർ ശ്രീ ശ്രീകുമാർ സാർ, ജില്ലാ ശിശുവികസന ഓഫീസർ ബഹുമാനപ്പെട്ട ഗീതാ മാഡം, സാംഘികം സാംസ്കാരികം ജില്ലാതല കമ്മിറ്റി അംഗങ്ങളെ, ജില്ലാ താലൂക്ക് ഓഫീസുകളിലെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമ്മൾ മാർച്ച് 8-ാം തീയതി ഒരു യോഗം കൂടിയിരുന്നു. ആ യോഗത്തിലെടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. വകുപ്പ് ഡയറക്ടർ തന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യത്തെക്കുറിച്ച് പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ 8-ാം തീയതി ശനിയാഴ്ചയാണ് ജില്ലാതല കമ്മിറ്റി രൂപീകരിക്കുന്നതിനായിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് യോഗം ചേർന്നത്. അപ്പൊ നേരത്തെ ADOയും കുമാറും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ ഒരു യോഗം ചേർന്നപ്പോൾ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിലേക്ക് 13 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അപ്പൊ അതില് നമ്മുടെ ദേവികുളം താലൂക്കിലെ കുമാറാണ് സെക്രട്ടറി, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി നസീമയും ട്രഷറർ ഇടുക്കി താലൂക്കിലെ ബിന്ദുമോളുമാണ്. സാംഘിക സാംസ്കാരികം
പരിപാടിയുമായി ബന്ധപ്പെട്ട് ജില്ലാതല ലോഞ്ചിങ് നമുക്ക് നടത്താം. അതൊരു വനിതാ ദിന ആഘോഷത്തോടു കൂടി ആയിരിക്കട്ടെ എന്നൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ അത് വനിതാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമെന്ന് വനിതാ ശിശു വികസന ഓഫീസർ നമ്മളോട് അറിയിച്ചു. ആയതിന് പ്രകാരം മേഡവും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഡയറക്ടറോട് ഫോണിൽ കൂടെ ആവശ്യപ്പെട്ടിരുന്നു. എന്താണെങ്കിലും സാറ് സന്തോഷത്തോടെ നമ്മുടെ ഒരു അപേക്ഷ സ്വീകരിച്ച് ഇന്നേ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് സമ്മതിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പരിപാടികൾ ചുരുങ്ങിയ സമയം കൊണ്ട് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം തിരക്കുകളുള്ള സമയമാണ്. ആ ഒരു തിരക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓഫീസ് ജോലിയെ ബാധിക്കാതെ നമ്മുടെ ഈ പരിപാടികൾ, ഈ സാംഘിക സാംസ്കാരികത്തിന്റെ ലോഞ്ചിങ്ങും അതുപോലെ തന്നെ ബാക്കി പരിപാടികളും സംഘടിപ്പിക്കുന്നതിനാണ് നമ്മൾ വൈകുന്നേരം 7:30 എന്നുള്ളൊരു സമയം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഡയറക്ടർ ശ്രീ ശ്രീകുമാർ അവർകളെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷ, ഇന്നത്തെ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീമതി ഗീതാകുമാരി, ഇടുക്കി ജില്ലയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇന്നിങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഉള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കട്ടെ. നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ഓഫീസിലാണ്. അപ്പൊ അവിടെയുള്ള സഹപ്രവർത്തകരുമായി ചേർന്ന് പോകുമ്പം പരസ്പരം സന്തോഷത്തോടും സഹകരണത്തോടും സഹവർത്തിത്വത്തോടും കൂടിയൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെയൊരു സാംഘികം സാംസ്കാരികം എന്ന് പറയുന്ന ഒരു വേദി അതിന് ഉപകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഫോറം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിഭാരം കൂടുതലുണ്ടെങ്കിലും നമുക്കതിന് ഇടയിൽ വീണ് കിട്ടുന്ന നിമിഷങ്ങൾ ആനന്ദിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജോലിക്ക് കുറച്ചുകൂടെ നമുക്ക് തോന്നിപ്പോകും. ജോലിഭാരം കൂടുതലാണെങ്കിലും നമുക്ക് അത് കുറച്ചുകൂടെ ഈസി ചെയ്യാൻ, അല്ലെങ്കിൽ ലാഘവത്തോടെ, അല്ലെങ്കിൽ അതിനെ കാണാനും അതിനനുസരിച്ച് നല്ല രീതിയിൽ അതിന് ക്വാളിറ്റിയും ഉണ്ടാവും. വർക്കിലും ക്വാളിറ്റി അത് റിഫ്ലക്ട് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഫോറം ഉണ്ടായാൽ നല്ലത് എന്നുള്ളത്. അത് കൂടാതെ നമ്മുടെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വകുപ്പുകൾക്ക് പോലെയും പൊതു സമൂഹത്തിനോ നമ്മളെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നില്ല. നമ്മൾ ഈ നയപരമായിട്ടുള്ള സർക്കാർ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾക്ക് പിന്നിൽ നമ്മുടെ സ്ഥിതിവിവര കണക്കുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു യാഥാർത്ഥ്യമാണ്. അവർ തമ്മിൽ ഒരു പബ്ലിക് ഇന്റർഫേസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, സ്ട്രീറ്റ് പ്ലേ ആണെങ്കിലും മറ്റുള്ള ഫ്ലാഷ് മോബ് ആണെങ്കിലും പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പബ്ലിക് അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മളൊരു പുതിയ സർവേ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാൻ. അതുകൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല ERSO അല്ലെങ്കിൽ മറ്റേ അഗ്രികൾച്ചർ സെൻസസ്, അങ്ങനെ വിവിധ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. വകുപ്പിനെ പറ്റിയുള്ള ഡോക്യുമെന്ററി നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ പലവിധ ആക്ടിവിറ്റീസ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് ഈ സാംഘികം സാംസ്കാരികം എന്ന് പറയുന്ന ഒരു വേദി ഉപയോഗപ്പെടുത്താൻ കഴിയും. പുരുഷനോടൊപ്പം തന്നെ വനിതകളും എല്ലാ കാര്യങ്ങളിലും ആ ഇക്വാളിറ്റി ഉണ്ട്. അപ്പം വനിതകൾ കുറച്ചുകൂടെ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. വനിതകൾ മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തിലും അതിൻ്റെതായിട്ടുള്ള കേരളം മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ. നമുക്കറിയാം വനിതാ റെപ്രസെന്റേഷനൊക്കെ ലോക്കൽ ബോഡികളിലൊക്കെ വളരെയധികം 50% ഉണ്ട്. ഇന്നും ഇന്ത്യൻ പാർലമെന്റിലുമൊക്കെ 1/3 റെപ്രസെന്റേഷൻ നമുക്ക് ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം. നമ്മൾ രംഗമെടുത്താൽ ആ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് വാദം വരാതെ സംസാരിക്കുമ്പോഴും ചില മേഖലകൾ എടുത്താൽ, ഉദാഹരണത്തിന് രാഷ്ട്രീയ രംഗത്ത് എത്രത്തോളം സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. അപ്പൊ അണികളായി രാഷ്ട്രീയത്തിന്റെ വിവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അണികളായി അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായി ഒരുപാട് സ്ത്രീകൾ ഉണ്ടെങ്കിലും പലപ്പോഴും നേതൃനിരയിലേക്ക് വരുമ്പോൾ അവരുടെ എണ്ണം വളരെ കുറവാണ്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല നോക്കിക്കഴിഞ്ഞാൽ അതിലും നേതൃനിരയിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്.
അപ്പോൾ നമ്മൾ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കുടുംബത്തിലായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ഏത് മേഖലയിലും. അപ്പോ സ്ത്രീകൾ മെച്ചപ്പെട്ട നിലയിലാണ് എന്ന് പറയുമ്പോഴും നമ്മളിപ്പം പാർലമെന്റ് ആയാലും നിയമസഭാ മണ്ഡലങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും സംവരണത്തിലൂടെ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അംഗത്വം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. അത്തരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അതാണ് ഈ വർഷത്തെ തീം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഒരു വികസനം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പോളിസി ഡിസിഷന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്. എന്നാൽ സ്ത്രീകളുടെ വികസന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ, കൂടുതൽ മുന്നേറണമെങ്കിൽ തീർച്ചയായും സ്ത്രീകളുടെ പങ്കാളിത്തമുള്ള ഒരു ബോഡി ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു ഘടനയിലേക്ക് നമ്മൾ മാറുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വനിതാ ദിനാചരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വനിതാ ദിനാചരണത്തിന്റെ സമകാലിക പ്രസക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ്. താങ്ക് യു മാഡം. 2024 വർഷത്തിന്റെ ഈ ദിനത്തിന്റെ പ്രസക്തി, the campaign theme of 2024 is invest in women, accelerate progress എന്ന വിഷയം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല സംവാദം നമുക്കൊരുക്കിയ ICDS ജില്ലാ ഓഫീസർ ശ്രീ ഗീത മേഡത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ റിസർച്ച് ഓഫീസർ അജീഷ് ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇനിഷ്യേറ്റീവ്, കാരണം നമ്മുടെ ഡയറക്ടറുടെ വളരെ മികച്ചൊരു ആശയം തന്നെയാണ്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കലാപരമായിട്ടും കഴിവുള്ളവരെയൊക്കെ ഒന്ന് ഒത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ നല്ലൊരു ആശയം തന്നെയാണ്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ഒരു സാംഘികം സാംസ്കാരിക എന്ന കൂട്ടായ്മയ്ക്ക് നല്ലൊരു തുടക്കമാകട്ടെ എന്നും മികച്ച രീതിയിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നും ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ഒരു മികച്ച ഒരു മാതൃകയാവട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് മറ്റ് നമുക്ക് തുടങ്ങാവുന്നതാണ്. താങ്ക് യു സർ, താങ്ക് യു. അടുത്തതായി നമ്മളോട് ആശംസ അർപ്പിച്ച് രണ്ടു വാക്കിൽ സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ പുതുതായി ജില്ലയിൽ ജോയിൻ ചെയ്ത അഡീഷണൽ ജില്ലാ ഓഫീസർ SRS ശ്രീ അബ്ദുള്ള സാറിനെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ വിഷയം വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെക്കുറിച്ചും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ കുറിച്ചും നമ്മുടെ ബഹുമാന്യായ ഡയറക്ടർ വളരെ വിശദമായി സംസാരിച്ചു. അതുപോലെ തന്നെ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസറും നമ്മളോട് വളരെ വിലപ്പെട്ട വാക്കുകൾ സംബന്ധിച്ചു. ഇത് തന്നെ ആയാലും നമുക്ക് ഇനിയും കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ അരങ്ങേറേണ്ടതുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചതിനുള്ള ബഹുമാന്യനായ ഡയറക്ടറോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ഈ ഉദ്ഘാടന സെഷന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായി താലൂക്ക് ഓഫീസർമാരെ പ്രതിനിധീകരിച്ച് നമ്മുടെ പീരുമേട് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ശ്രീശൻ സാറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാതല ഓഫീസർമാർ, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സാംഘികം സാംസ്കാരികം നമ്മുടെ എല്ലാ പിരിമുറുക്കങ്ങളെയും അയച്ച് സുഖകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെത്തിക്കാൻ സഹായകമാകുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടികൾക്ക് മുഴുവൻ വനിതകൾക്കും വനിതകളെ പിന്തുണയ്ക്കുന്ന പുരുഷന്മാർക്കും നമ്മുടെ എല്ലാ ജീവനക്കാർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിനായി നസീമയെ ക്ഷണിക്കുകയും അത് കഴിഞ്ഞ് ഉള്ള കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ നടത്തിപ്പിനായി നമ്മുടെ ഈ സാംഘികം സാംസ്കാരികം സെക്രട്ടറി ശ്രീ കുമാറിനെയും ക്ഷണിക്കുകയാണ്. ആദ്യം ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ്. അതിനുവേണ്ടി നസീമ നസീറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
ബഹുമാനപ്പെട്ട നമ്മുടെ വകുപ്പ് സാരഥി ഡയറക്ടർ സർ, യോഗത്തിന്റെ അധ്യക്ഷ, പ്രിയങ്കരിയായ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിഒ, എഡിഒ, ടിഎസ്ഒ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിലുള്ള ഏറ്റവും സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുന്നു. നമ്മുടെ വനിതകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ ഓർമ്മ ദിനങ്ങളായിട്ടാണ് ഓരോ വനിതാ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വനിതകൾ പണ്ടുകാലം മുതൽ കാലാകാലങ്ങളായി ഓരോ പരിവർത്തനങ്ങളിലൂടെ അവളുടെ ജീവിതം അവളുടെ ആ ജീവിതത്തിലേക്ക് ജീവിച്ച് തീർക്കാനുള്ള ആ ജീവിത കുതിപ്പിന്റെ ഓരോ കുതിപ്പിനിടയ്ക്കും അവൾ കിതയ്ക്കുന്നുണ്ട്. ആ കിതപ്പ് ചുറ്റുമുള്ളവരും മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവൾ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും ഏത് തലത്തിലായാലും തൊഴിൽപരമായും അവൾ എല്ലാവരോടും ഒപ്പം, പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചിലപ്പോൾ അതുക്കും മേലെ അവൾ കുതിച്ചുയരുന്നുണ്ട്. പക്ഷെ ഈ കുതിച്ചുയരുന്ന വേളകളിൽ പോലും ചുറ്റിൽ നിന്നും ഉയരുന്ന ഒരു ശബ്ദമുണ്ട്: നീ പെണ്ണാണ്, നിനക്ക് അതിരുകളുണ്ട്, നീ അടങ്ങേണ്ടവളാണ്, നീ ഒതുങ്ങേണ്ടവളാണ്. ഇങ്ങനെ ചുറ്റോട് ചുറ്റും അതിരുകളുടെ ഒരു അദൃശ്യ വലയത്തിനുള്ളിലാണ് അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പാടില്ല. എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ അവൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം കൊടുക്കുക. അവളുടെ ഏറെ മോഹങ്ങൾ സാധിപ്പിച്ചില്ലെങ്കിലും അവളുടെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾക്ക് ഒരു ആത്മബലം, പിന്തുണ നൽകുക. അവൾക്കൊരു സുരക്ഷിത ബോധം സമൂഹത്തിൽ ഫീൽ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഈ ദിനത്തിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു പുരുഷ വിഭാഗത്തിനോടായിട്ടല്ല പറയുന്നത്. ഇത് കുഞ്ഞിന് അമ്മയിൽ നിന്ന് കിട്ടണം, അമ്മയ്ക്ക് കുഞ്ഞിന് മകളിൽ നിന്ന് കിട്ടണം, ചേച്ചിക്ക് അനീതിയിൽ നിന്ന് കിട്ടണം. ഇങ്ങനെ ചുറ്റോട് ചുറ്റുമുള്ള മനുഷ്യ ജീവനുകൾ അവൾക്ക് താങ്ങാകണം, തണലാകണം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു നമ്മുടെ തൊഴിലിടങ്ങളിൽ ജീവനക്കാർക്ക് വേണ്ടി ഒരു എന്റർടൈൻമെന്റ് വേദി ഒരുക്കുക എന്നത് ഒരു ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കേണ്ടത് ഒന്നാണ്. അതിന് ഏറ്റവും മുൻകൈയെടുത്ത നമ്മുടെ വകുപ്പിന്റെ സാരഥിയായ ഡയറക്ടർ ശ്രീകുമാർ സാറിന് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ അദ്ദേഹമാണ് സ്റ്റേറ്റ് വൈഡിൽ തലത്തിൽ ഒരു സാംഘികം സാംസ്കാരികം എന്ന ഗ്രൂപ്പ് അദ്ദേഹം തുടങ്ങി വെച്ചിരുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കൂടാതെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി അർപ്പിക്കുന്നു. പലപ്പോഴും ഞാൻ ആ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇങ്ങനെ കഴിവുകളുള്ളവരൊക്കെ ചുറ്റിനുമുണ്ട് എന്നറിയുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ജില്ലാ തലത്തിൽ ഇങ്ങനെ വകുപ്പ്, സാംഘികം സാംസ്കാരിക വകുപ്പ് രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുൻകൈ എടുത്ത നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ജില്ലാ തലത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അതിന്റെ സാരഥികളെയും കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും സഹർഷം ഊർജ്ജസ്വലതയോടെ ഇതിന് മുൻകൈ എടുത്ത നമ്മുടെ എഡിഒ ശശികുമാർ സാറിന് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. വിശിഷ്ട അതിഥിയായിട്ട് യാത്രയിലായിരുന്നിട്ട് കൂടിയും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് ഈ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഐക്യരാഷ്ട്രസഭയുടെ അതിന്റെ ലക്ഷ്യബോധങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു ചർച്ച സമ്മാനിച്ച ശ്രീമതി ഗീതാ മേഡത്തിനും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഓൺലൈനിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. കൂടാതെ സാംഘികം സാംസ്കാരിക ജില്ലയുടെ സാരഥികളായി ഇതിലിരിക്കുന്ന സെക്രട്ടറി ശ്രീകുമാർ, ട്രഷറർ ബിന്ദുമോൾ, കമ്മിറ്റി മെമ്പറായിട്ട് 13 പേരുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ താങ്ക് യു നസീമ. നമ്മുടെ ഈ ചടങ്ങിന്റെ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെഷൻ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കലാ സാംസ്കാരിക വേദിയാണ്. നമുക്കറിയാം ഈ ജില്ലയിലെ
ഉയർന്ന സ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം വഹിക്കുന്ന ജില്ലാ ഓഫീസർ ബഹുമാന്യയായ പ്രിയദർശിനി മാഡം നമ്മുടെ ഈ മീറ്റിംഗിലുണ്ട്. മാഡത്തെ നമ്മുടെ ഈ കലാസന്ധ്യയ്ക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാൻ വളരെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം മാഡം, കേൾക്കാം. ഹലോ, കേൾക്കാം മാഡം, കേൾക്കാം. ബഹുമാനപ്പെട്ട ഡയറക്ടർ, നമ്മുടെ ജില്ലയുടെ വകുപ്പ് അധ്യക്ഷ മേരി മാഡം, പിന്നെ നമുക്ക് വേണ്ടി ഒരു വനിതാ ദിനത്തിന്റെ പ്രാമുഖ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ജില്ലാ വനിതാ വികസന ഓഫീസർ, പിന്നെ ജില്ലാ ഓഫീസേഴ്സ്, എൻ്റെ സഹപ്രവർത്തകരെ. കലാസന്ധ്യ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പരിപാടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലീവൊക്കെ ആയിരുന്നുകൊണ്ട് എന്താണെന്നൊന്നും എനിക്കും ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ടത്. ഏതായാലും നമ്മുടെ ADO ഇതിനു വേണ്ടി ഒരുപാട് മുൻകൈ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. നസീമ, കുമാർ, എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ കലാസന്ധ്യയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാം നന്നായി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാഡം, താങ്ക് യു. ഈ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മാഡത്തിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ കലാസന്ധ്യയുടെ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സാംസ്കാരികത്തിൻ്റെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീ കുമാറിന് മൈക്ക് കൈമാറിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു ആൾ.